ഇന്ന് എക്സിക്യൂട്ടീവ് കൂടുന്ന വിവരം ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം 11 മണിക്കുള്ളിൽ എത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. സാർ ഈ പറയണ ചെയർമാൻ വന്നില്ലെങ്കിൽ MD-ക്ക് ചാർജ് എടുത്തൂടെ? ഒരു ചെയർമാൻ ഇവിടെ വരത്തില്ല സുരേന്ദ്ര. മിസ്റ്റർ കമലൻ, ഇത് ചെയർമാൻ ഇരിക്കേണ്ട ചെയറാണ്. നിങ്ങൾ അതുകൊണ്ട് മാറി പ്ലീസ്. ഒരു കഷ്ടം കയറിട്ടോ കെട്ടേ പോവല്ലോ. ഷെയ്ഖിനോട് മറ്റേ കാര്യം ചോദിക്കുന്നേ. ചെയർമാന് MD-യോട് എന്തോ സംസാരിക്കാനുണ്ട്. നമ്മളെല്ലാവരോടും പുറത്ത് വെയിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സോ പ്ലീസ്. പിന്നെ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിട്ട് വന്നാൽ മതി. എന്റെ അളിയത്തി തന്നെയുണ്ട് 100 കോടി രൂപ. ഞാൻ പുറത്തുതന്നെ ഉണ്ടാവും. പറഞ്ഞത് കേട്ടല്ലോ. മുമ്പൊക്കെ ഈ ലുങ്കി ഷർട്ടേ ശരിയാവുള്ളൂ കേട്ടോ. ഗോപേ, താൻ പറയുന്ന ഓരോ തെറിക്കും ആ അക്കൗണ്ടിൽ നിന്ന് 1 കോടി വെച്ച് കുറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് ആലോചിച്ച് വാ തുറക്ക്. അപ്പോ താനൊന്ന് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞതല്ല. അങ്ങനെ ഒരു കമ്പനി ഉണ്ട്. ഇത് ഞങ്ങൾ 4 പേര് ചേർന്ന് തുടങ്ങിയ കമ്പനിയാണ്. അൽ സുബൈർ അൽ ഹാത്തിമി അൽ നൂർ അൽ അഹമ്മദി. അതിൽ സുബൈർ മലയാളി, നൂറും ഹാത്തിമി അറബികളാണ്. പിന്നെ അൽ അഹമ്മദി അത് നോം തന്നെ. ആക്രിക്കച്ചവടമായിരുന്നു, അത് പൊളിഞ്ഞു. പക്ഷെ കമ്പനി ഇപ്പോഴും ഉണ്ട്. അഡ്രസ്സും ആ ബാങ്ക് അക്കൗണ്ടും. അന്ന് എന്നെ കൊണ്ട് ഒരു ഒപ്പിടിപ്പിച്ചില്ലേ ടെൻഡർ ഫോമിൽ. അതിൽ ബാങ്ക് ഡീറ്റെയിൽസിൽ സെക്കൻഡറി അക്കൗണ്ട് എന്ന കോളത്തിൽ ഞാൻ എഴുതി ചേർത്തത് എന്റെ അക്കൗണ്ട് നമ്പറാണ്. വെറുതെ ഒന്നിട്ട് നോക്കിയതാ. പക്ഷെ എന്റെ അക്കൗണ്ടിൽ കാശ് വന്ന് വീണപ്പോ താൻ എന്ന് പറഞ്ഞ ഞാൻ ഓർത്തു. ഒരു ഷെയ്ഖിന്റെ പടം മതി ഇവിടുത്തെ സർക്കാർ പോലും അതിൽ വീഴുന്നൊക്കെ. അതുകൊണ്ട് ഈ കൊപ്ര ക്ഷേമ സഹകരണ ബാങ്കിന് പകരം ഷെയ്ഖിന്റെ ഖത്തർ അക്കൗണ്ടിലേക്ക് അവർ കാശിട്ടത് എന്റെ പൊന്ന് കമലാസന. എടാ ഷെയ്ഖിന്റെ മോനെ, നീ മണ്ടം കളിച്ച് എനിക്കിട്ട് പണിയുമായിരുന്നല്ലേ. 1 കോടിയും കുറച്ചേക്ക്. ശരി ഷെയ്ഖ്, 1 കോടിക്ക് 3 പൂജ്യമല്ലേ വരിക? അന്ന് താനും തന്റെ കൂട്ടുകാരനും കൂടെ എനിക്കിട്ട് കുറെ ഉണ്ടാക്കിയില്ലേ. ഷെയ്ഖുമാരൊക്കെ മണ്ടന്മാരാണ്, 10 പൈസക്ക് വിവരമില്ലാത്തവരാന്നൊക്കെ. പക്ഷെ കമലിന്റെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ വെറും ഷെയ്ഖ് മാത്രമല്ല. പകുതി മലയാളി കൂടിയാടാ പുല്ലേ. മലയാളിയാണേലും ഷെയ്ഖ് ആണേലും കമ്പനിയുടെ ഒരു പണി ഇവിടെ നടക്കില്ല. പണിക്കാർ വരില്ല. കമലിനെ അതിന് സമ്മതിക്കില്ല. തന്റെ സമ്മതം ആർക്ക് വേണം? ഗൾഫിൽ നമ്മൾ ഇങ്ങോട്ട് ആളെ ഇറക്കും. ഗൾഫിൽ നിന്ന് പണിക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരും. എടാ ഗൾഫ് ഇപ്പൊ പഴയ ഗൾഫൊന്നുമല്ല. അവിടുത്തെ എണ്ണപ്പാടൊക്കെ ഏതാണ്ട് പറ്റി. ബാക്കിയുള്ള എണ്ണയ്ക്കാണെങ്കിൽ വെള്ളത്തിന്റെ വില പോലും ഇല്ല. അപ്പോൾ ഇനി ഒഴുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടാ. അറബികൾ അങ്ങോട്ട് കത്തയക്കും, കാശ് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. മേക്ക് ഇൻ ഇന്ത്യ അല്ലേ MD? MD-യാ? ആര്? ഞാനാ? നിന്നെ ഈ ഹൈടെക് കമ്പനിയുടെ MD ആയിട്ട് നിയമിച്ചിരിക്കണം. ഓഹോ, കലക്കി MD പഴയത് മനസ്സിൽ പോകണ്ടേ. എടോ കമലെ, ഒട്ടും പേഴ്സണൽ അല്ലാതെ പറയുക. തന്റെയും പാർട്ട്നേഴ്സിന്റെയും കാശ് പോകാതിരിക്കുന്ന ഒറ്റ വഴിയേ ഉള്ളൂ. താൻ അവന്റെ തെങ്ങുംപറമ്പിൽ കൈവച്ചപ്പോ അവൻ കണ്ണുവെച്ചൊരു പെണ്ണുണ്ട്. അത് നിങ്ങൾ കൈപിടിച്ചു കൊടുത്തേക്ക്. നടക്കില്ല. ഞാനതിനെ സമ്മതിക്കില്ല. എന്തായി 100 കോടി? ശരിയാക്കാം. ശരിയാക്കണം. എന്താ പറഞ്ഞത്? കമലിന്റെ മകളെ ഇവന് കൈപിടിച്ചു കൊടുക്കണമെന്നല്ലേ? അതെ. എന്നാ ഒരു കാര്യം, ഇവനോട് പറ, കല്യാണത്തിൽ ഇടുന്ന ഷർട്ടിന്റെ കളറ് മഞ്ഞയായിരിക്കണമെന്ന്. മദർ പ്രോമിസ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പ്രോമിസ്. മദർ ഫാദർ ഗ്രാൻഡ് ഫാദർ വേറെ ആരൊക്കെ ഉണ്ട്? ഒരൊക്കെ കൂട്ടി പ്രോമിസ്. കല്യാണം കഴിച്ചു പ്രോമിസ്. അൽഹംദുലില്ലാഹ്.